വ്യോമാതിർത്തി അടച്ച് ഇന്ത്യ. അതിർത്തിയിൽ പാക് വിമാനങ്ങൾക്ക് അത്യാധുനിക ജാമിംഗ് സംവിധാനം വിന്യസിച്ചു. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും വ്യോമാതിർത്തി അടച്ചതിനു പിന്നാലെയുമാണ് പാക് വിമാനങ്ങൾ ഉപയോഗിക്കുന്ന സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി ഇന്ത്യ ജാമിംഗ് സംവിധാനം വിന്യസിച്ചത്. അമേരിക്കയുടെ GPS, റഷ്യയുടെ ഗ്ലോനാസ്, ചൈനയുടെ ബെയ്ഡൌ എന്നിവ ഉൾപ്പെടുന്ന ഒന്നിലധികം ഉപഗ്രഹാധിഷ്ഠിത നാവിഗേഷൻ പ്ലാറ്റ്ഫോമുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ ജാമിംഗ് സംവിധാനങ്ങൾക്ക് കഴിയും. ഇന്ത്യ ഭീകരാക്രമണത്തിന് തിരിച്ചടികൾ തുടങ്ങിയതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമമേഖല അടച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയും വ്യോമമേഖല അടച്ചത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനമെന്ന് NIA കണ്ടെത്തി. ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ അടക്കം ചൈനീസ് നിർമ്മിതമാണെന്ന് NIA കണ്ടെത്തി. പരസ്പര ആശയവിനിമയത്തിനായി ഇന്ത്യ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും തീവ്രവാദികളും ഉപയോഗിച്ചതായാണ് കണ്ടെത്തിയത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിൻ്റെ സ്ഥാനം NIA കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദികൾ എങ്ങനെയാണ് ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയെന്ന അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് തീവ്രവാദികൾ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത്. ആക്രമണ സ്ഥലത്തു നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കിയത്.